അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഇസ്ലാമിലെ രണ്ട് പ്രധാന ആഘോഷ സുദിനങ്ങളാണ് ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും. രണ്ട് പെരുന്നാൾ സുദിനത്തിലും അല്ലാഹുവിന്റെ റഹ്മത്ത് ഭൂമി ലോകത്ത് പ്രത്യക്ഷപ്പെടുമെന്ന് ഹദീസിൽ കാണാം. പെരുന്നാൾ ദിനത്തിൽ ഏറ്റവും ശ്രേഷ്ഠവും അതിപ്രധാനവുമായ ഒന്നാണ് പെരുന്നാൾ നിസ്കാരം. അതുപോലെ നിങ്ങൾ പെരുന്നാൾ ദിനങ്ങളെ തക്ബീർ, തഹ്ലീൽ, തഹ്മീദ്, തഖ്ദീസ് കൊണ്ടൊക്കെ ഭംഗിയാക്കുവിനെന്ന് ഹദീസിൽ കാണാം. പെരുന്നാൾ ദിനത്തിൽ ചൊല്ലേണ്ട ദിക്റുകൾ പറയാം. എല്ലാവരും ഈ ദിക്റുകൾ ചൊല്ലാതിരിക്കരുത്. അശുദ്ധിയുള്ള സ്ത്രീകൾക്കും ഈ ദിക്റുകൾ ചൊല്ലാവുന്നതാണ്. റബ്ബ് തൗഫീഖ് നൽകട്ടെ, ആമീൻ. മിസ്ബാഹുൽ വലാം എന്ന കിതാബിൽ നിന്ന് ഉദ്ധരിക്കുന്നു. മഹാനായ ആലിയുൽ ഉജ്ഹൂരി റളിയല്ലാഹു അൻഹു പറയുന്നു, പെരുന്നാളിലെ സുബ്ഹ് നിസ്കാര ശേഷം 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ, പാപമോചന വാക്യങ്ങൾ ചൊല്ലിയാൽ, അതായത് ചുരുങ്ങിയത് അസ്തഗ്ഫിറുല്ലാഹൽ അസീം, അസ്തഗ്ഫിറുല്ലാഹൽ അസീം, അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്നിങ്ങനെ 100 തവണ ചൊല്ലിയാൽ അവന്റെ ഏടുകളിൽ നിന്ന് ഒന്നും അവശേഷിക്കാത്ത വിധം പാപങ്ങളെല്ലാം മായ്ച്ചു കളയുകയും അന്ത്യദിനം അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് നിർഭയനാവുകയും ചെയ്യുന്നതാണ്. ആയതിനാൽ പെരുന്നാൾ ദിനം സുബ്ഹ് നിസ്കാര ശേഷം നിങ്ങൾക്കറിയുന്ന ഇസ്തിഗ്ഫാറുകൾ 100 തവണ ചൊല്ലുക. അതുപോലെ പെരുന്നാൾ ദിനം രാത്രിയോ അല്ലെങ്കിൽ പകലിലോ ഏതെങ്കിലും ഒരു സമയം സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ 2 വചനങ്ങൾ 300 തവണ ചൊല്ലുക. ശേഷം നമ്മൾ നിന്ന് മരണപ്പെട്ടു പോയവരുടെ റൂഹിലേക്ക്, ഖബറിലേക്ക് ഹദിയ ചെയ്തു പ്രാർത്ഥിച്ചാൽ അല്ലാഹു അവരുടെ ഓരോ ഖബറിലും 1000 പ്രകാശങ്ങളാൽ പ്രകാശിപ്പിക്കും. ഇത് ചൊല്ലി ഹദിയ ചെയ്തവൻ മരണപ്പെട്ടാൽ 1,00,000 പ്രകാശകിരണങ്ങളാൽ അവന്റെ ഖബറിടവും പ്രകാശപൂരിതമാവുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ഈ 2 കാര്യങ്ങളും പെരുന്നാൾ ദിനത്തിൽ ചെയ്യുക. പ്രത്യേക അനുഭൂതിയും സന്തോഷവും സംതൃപ്തിയും ചൊല്ലുന്നവർക്ക് അനുഭവപ്പെടും. ഉറപ്പ്. ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.